നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു ക്ലാസ് തന്നെയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. വ്യക്തിത്വം, നിങ്ങൾക്കറിയാം, ഒരു കുട്ടിക്ക് വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ കുട്ടിയുടെ വ്യക്തിത്വം അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പം നമുക്കറിയാം, വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഒരുപാട് തിയറികൾ, ടൈപ്പ് തിയറികളുണ്ട്, ട്രേറ്റ് തിയറികളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറികൾ വരുന്നുണ്ട്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് വരുന്നു, അങ്ങനെ ഒരുപാട് അപ്രോച്ചുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ പറയുന്ന വ്യക്തിത്വത്തിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി വരുന്ന 1, 2, 3 പാർട്ട് വീഡിയോകളായിട്ട് എന്ത് ചെയ്യും, ഈ വ്യക്തിത്വവുമായി അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടിരുന്ന വീഡിയോകളായിരിക്കും ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. ഒരു അത്യാവശ്യം വലിയ ടോപ്പിക് തന്നെയാണ്. നമ്മൾ അത് എന്ത് ചെയ്യാണ്, അത് കവർ ചെയ്ത് പോകാൻ കേട്ടോ. എന്ത് ചെയ്യുക, കൂടെ പഠിച്ചു വരിക. വ്യക്തിത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ ആ ടോപ്പിക് മൊത്തത്തിൽ കവർ ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. വ്യക്തിത്വം, നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന വ്യക്തിത്വത്തെ പറ്റിയാണ്. പേഴ്സണാലിറ്റി ജസ്റ്റ് ഒരു എന്താണ്, നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന എന്താണ്, പരിണാമ വിധേയമായ ശാരീരിക മാനസിക ഘടനകളുടെ സംരക്ഷണമാണ് എന്ന് പറഞ്ഞ വ്യക്തിത്വം. അപ്പൊ ശാരീരികവും മാനസികമായ ഘടകങ്ങളെ പറ്റി നമ്മൾ ഇവിടെ പഠിക്കും, വ്യക്തിത്വത്തിനകത്ത് പഠിക്കും. അപ്പോൾ ഓരോ ആൾക്കാർ അപ്രോച്ച് പല രീതിയിലാണ്. അവരെല്ലാം ഇതിനെ പറ്റി പറയുന്നത് ശാരീരിക മാനസിക ഘടകങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ഒന്ന് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമ വിധേയമായ ശാരീരിക മാനസിക ഘടന എന്ത് വിളിക്കുന്ന വിഷയം എന്താണ്, അതെന്താണ്, വ്യക്തിത്വമാണ്. അതിന്റെ സംരചനയാണ് വ്യക്തിത്വം എന്ന് വിളിക്കുന്നത്, അല്ലേ. സംരചനയാണ് വ്യക്തിത്വം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സവിശേഷകം പഠിക്കുക. അതിൽ ഒരു തിയറി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ട്രൈറ്റ് പഠിച്ചേ പറ്റുള്ളൂ. അതായത് ട്രൈറ്റ്സ്, നമ്മൾ പല ട്രൈറ്റ് തിയറി എന്നൊക്കെ പറഞ്ഞ് പഠിക്കാം. ട്രൈറ്റ്സ് എന്ന് പറയുന്ന മലയാളം എന്താണ്, സവിശേഷകം. അത് പഠിക്കുക, സവിശേഷകം. ആ പേര് ഓർത്തിരിക്കുക, കാര്യം നമുക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും, നമ്മുടെ എൻവയോൺമെന്റിനോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പ്രതികരണത്തിന് എന്താണ്, തനിമ ഉണ്ടായിരിക്കും, യൂണിക്നെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, താരതമ്യേന അത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് നമുക്ക് എന്ത് വിളിക്കാം, പ്രതികരണത്തിന് കാരണമായ ആന്തരിക സവിശേഷ ഗുണമാണ് ട്രൈറ്റ് എന്ന് പറയും. നമുക്കെല്ലാം പല ട്രൈറ്റ്സുകൾ ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഇവിടെ പഠിക്കുന്നതിനകത്ത് പഠിക്കും. അതെന്താണ്, പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് കാരണമായ ആന്തരിക സവിശേഷ ഗുണമാണെന്ന് പറയുന്നത് ട്രൈറ്റ് അല്ലെങ്കിൽ സവിശേഷകം എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇൻട്രോ പോലെ പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ ഈ മെയിൻ ടോപ്പിക്കിലോട്ട് എത്തും. ഓക്കെ, ഗോർഡൻ വില്ലാർഡ് ആൾപോർട്ട് എന്ന് പറയുന്നത്, ഗോർഡൻ വില്ലാർഡ് ആൾപോർട്ട് എന്ന് പറയുന്ന വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണാലിറ്റിയിൽ ഇദ്ദേഹത്തെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം. ആൾപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത് സവിശേഷതകളുടെ ട്രേറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആൾപോർട്ടാണ് സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ട്രേറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് അങ്ങനെ ഒരു ചോദ്യം വരാം. വ്യക്തിത്വത്തെ അഥവാ പേഴ്സണാലിറ്റിയെ സവിശേഷതകളുടെ അല്ലെങ്കിൽ ട്രേറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഗോർഡൻ വില്ലാർഡ് ആൾപോർട്ട് ആണ്. അത് അങ്ങനെ ചോദിക്കാം, പഠിക്കണം കേട്ടോ. അദ്ദേഹത്തെ സവിശേഷക സമീപനത്തിന്റെ വക്താവ് എന്ന് പറയാം, ട്രേറ്റ്സ് അപ്രോച്ചിന്റെ വക്താവെന്നും സവിശേഷക മനഃശാസ്ത്രജ്ഞനെന്നും ട്രേറ്റ് എന്താണ് സൈക്കോളജിസ്റ്റ് എന്നും ആരെ വിളിക്കുന്നു, നമ്മുടെ ഗോർഡൻ വില്ലാർഡ് ആൾപോർട്ടിനെ വിളിക്കുന്നു. അപ്പൊ 2 പേരുകൾ അദ്ദേഹത്തിനുണ്ട്. എന്തൊക്കെയാണ്, സവിശേഷക സമീപനത്തിന്റെ വക്താവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോർഡൻ ആൾപോർട്ടാണ്. സവിശേഷക മനഃശാസ്ത്രജ്ഞനും ആര് തന്നെയാണ്, ഗോർഡൻ ആൾപോർട്ട് തന്നെയാണ്. അപ്പൊ ആൾപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത് സവിശേഷതകളുടെ ട്രേറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു, സവിശേഷക സമീപനത്തിന്റെ വക്താവ് എന്നല്ല, അല്ലെങ്കിൽ സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്ന് ആരെ വിളിക്കുന്നു, ആൾപോർട്ടിനെ വിളിക്കുന്നു. ഓക്കെ, ആൾപോർട്ടിന്റെ നിർവചനം നമുക്ക് നോക്കാം. വ്യക്തിത്വത്തിന് സമഗ്രമായ ഒരു നിർവചനം നൽകിയത് ഗോർഡൻ ആൾപോർട്ടാണ്. അതായത് വ്യക്തിത്വത്തിന്റെ എന്താണ് ഒരു ഡെഫിനിഷൻ ആര് പറയുന്നുണ്ട്, നമ്മുടെ ആൾപോർട്ട് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും, ഒരു വ്യക്തിക്ക് എന്തായിരിക്കും, അദ്ദേഹത്തിന് സവിശേഷമായ കുറച്ച് പെരുമാറ്റങ്ങളുണ്ടായി, ആ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമ വിധേയമായ ശാരീരിക മാനസിക ഘടനകളുടെ സംരക്ഷണയാണ് വ്യക്തിത്വം എന്ന് വിളിച്ചത് ആൾപോർട്ട്. നമ്മൾ ആദ്യം പഠിച്ച ഡെഫിനിഷൻ ഇതാര് പറഞ്ഞതാണ്, ഗോർഡൻ ആൾപോർട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമ വിധേയമായ ശാരീരിക മാനസിക ഘടനകളുടെ സംരചനയാണ് എന്ത് വിളിക്കുന്നത്, വ്യക്തിത്വം എന്ന് ആര് വിളിക്കുന്നത്, ആൾപോർട്ട് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച ഏതാണ്, മുഖ്യ സവിശേഷതകൾ നമുക്ക് എന്തെന്ന് നോക്കാം, അല്ലെ. വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു സവിശേഷകമാണ് ഇതെന്ന് പറയുന്നത്, മുഖ്യ സവിശേഷം. ഏതാണ്, സെൻട്രലാണ്, കാർഡിനലാണ്, അല്ലെ. കാർഡിനലാണ്. അപ്പൊ കാർഡിനൽ എന്ന് പറയുന്നതാണ് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. അതായത് വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന, ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു സവിശേഷകമാണ് മുഖ്യ സവിശേഷകങ്ങൾ. എന്താണ്,
മുഖ്യ സവിശേഷതകൾ. ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മുഖ്യ സവിശേഷത എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ, വിവിധ ബിഹേവിയറിൽ മിക്കപ്പോഴും പ്രകടമായി കാണാൻ പറ്റുന്നതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് നമുക്കൊക്കെ എന്തുണ്ടായിരിക്കും, നമ്മുടെയൊക്കെ ക്യാരക്ടറിൽ മിക്കപ്പോഴും വരുന്ന ചില സ്വഭാവങ്ങൾ കാണും. അതുപോലെ തന്നെ എപ്പോഴും ഡൊമിനേറ്റ് ചെയ്യുന്ന, മേൽക്കൈ കൊള്ളുന്ന കുറച്ച് സ്വഭാവ സവിശേഷത നമുക്ക് കാണാം, എല്ലാവർക്കും കാണാം. അങ്ങനെയുള്ള അതിനെ എന്ത് വിളിക്കാം, നമുക്ക് കാർഡിനൽ അല്ലെങ്കിൽ മുഖ്യ സവിശേഷതകൾ വിളിക്കാം. അതായത് നമ്മുടെ പേഴ്സണാലിറ്റി എടുത്തു കഴിഞ്ഞാൽ വിവിധ വ്യവഹാരങ്ങൾ, വിവിധ വ്യവഹാരം എടുത്തു കഴിഞ്ഞാൽ, ബിഹേവിയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചില ബിഹേവിയേഴ്സ് എപ്പോഴും കാണും, അല്ലെങ്കിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന ബിഹേവിയർ കാണും. അതിനെന്ത് വിളിക്കാം, നമുക്ക് ഈ പറയുന്ന മുഖ്യ സവിശേഷതകൾ എന്ന് വിളിക്കാം, കാർഡിനൽ എന്ന് വിളിക്കാം. ഓക്കെ, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷതകൾ ഏതൊക്കെയാണ്? അപ്പൊ അങ്ങനെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ കാർഡിനൽ ട്രേറ്റ്സ് ഏതൊക്കെയാണെന്ന്, അതായത് നിങ്ങളുടെ വ്യക്തിത്വത്തെ, പേഴ്സണാലിറ്റി സ്വാധീനിക്കുന്ന മുഖ്യ ട്രേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണെന്ന്: ഭൂതദയ, അക്രമരഹിതം, അഹിംസ, സ്വേച്ഛാധിപത്യം, ഫലിതബോധം എന്നൊക്കെ പറയുന്ന ഒരാളുടെ ഏതാണ്, കാർഡിനലാണ്. ഈ പറയുന്ന പോലെ മിക്കപ്പോഴും പ്രകടമായതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷതകളെയാണ് എന്ത് വിളിക്കുന്നത്, മുഖ്യ സവിശേഷതകൾ വിളിക്കാം. അതിൽ ഏതൊക്കെ വരാം? ഭൂതദയ വരാം, അക്രമരഹിതം വരാം, അഹിംസ വരാം, സ്വേച്ഛാധിപത്യം വരാം, ഫലിതബോധം. ഇതൊക്കെ ഒരാളുടെ കാർഡിനൽ ട്രേറ്റ്സ് ആണ്, അല്ലെങ്കിൽ മുഖ്യ സവിശേഷതകളാണ്. ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ ആരെ പറ്റിയാ പഠിക്കുന്നത്? ആൽപോർട്ടിന്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആൽപോർട്ട് എന്തൊക്കെയായിട്ട് തിരിച്ചു? മുഖ്യ സവിശേഷതകൾ, മധ്യമ സവിശേഷതകൾ, ദ്വിതീയ സവിശേഷതകൾ. ഒരാളുടെ വ്യക്തിത്വത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് മുഖ്യ സവിശേഷതകൾ, രണ്ട് മധ്യമ സവിശേഷതകൾ, മൂന്ന് ഇതാണ് ദ്വിതീയ സവിശേഷതകൾ. ഓക്കെ, മധ്യമം സെൻട്രൽ ആയിരിക്കും അല്ലെ, സെൻട്രൽ ട്രേറ്റ്സ് ആണ് മധ്യമ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷത്തോളം സമഗ്രവും വ്യാപകവും അല്ല എങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ. അതായത് ഏതിന്റെ അടുത്തോളം ഇല്ല, കാർഡിനലിനോട് ഇല്ല, അതായത് മുഖ്യ സവിശേഷതയോട് അത്രത്തോളം ഇല്ലെങ്കിലും ഇതിന് പ്രാധാന്യമൊക്കെ ഉണ്ട്. ഒരു വ്യക്തിയുടെ സാമാന്യമായി എന്ത് ചെയ്യാൻ പറ്റും, വിവരിക്കുന്നതും മുഖ്യ സവിശേഷത്തോളം സമഗ്രവും വ്യാപകവും അല്ല എങ്കിലും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മധ്യമ സവിശേഷങ്ങൾ എന്ന് പറയുന്നത്. ആക്ച്വലി എത്രത്തോളം ഒക്കെ ഇല്ല, മുഖ്യമായിട്ട് അത്രത്തോളം വരുന്നില്ലെങ്കിലും പക്ഷെ കുറച്ച് വരുന്നുണ്ട്. അതാണ് മുഖ്യ സവിശേഷത്തോളം എന്തല്ല, സമഗ്രവും വ്യാപകവും അല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷതകളാണ് എന്ന് പറയുന്ന മധ്യമ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെ വരും? സ്വാർത്ഥത, നമുക്ക് എല്ലാവർക്കും സ്വാർത്ഥത കാണും, മത്സര ബുദ്ധി കാണും, വിധേയത്വം കാണും, വിശ്വാസതയൊക്കെ കാണും അല്ലെ. ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? ഈ പറയുന്ന മുഖ്യ സവിശേഷതകളാണ്. അതായത് വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മുഖ്യ സവിശേഷതകൾ അല്ലെങ്കിൽ കാർഡിനൽ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ഭൂതദയ, അക്രമരഹിതം, അഹിംസ, സ്വേച്ഛാധിപത്യം, ഫലിതബോധം. എന്നാൽ അത്രത്തോളം പ്രാധാന്യമില്ല, എന്നാലും പ്രാധാന്യമുണ്ട്. അത്രത്തോളം എന്തെങ്കിലും സമഗ്രവും വ്യാപകവും അല്ലെങ്കിലും അത്യാവശ്യം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്ന മധ്യമ സവിശേഷത എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്വാർത്ഥത, മത്സരബുദ്ധി, വിധേയത്വം, വിശ്വാസത. ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, മധ്യമത്തിൽ അല്ലെങ്കിൽ സെൻട്രൽ ട്രേറ്റ്സിൽ വരുന്നതാണ്. അവസാനത്താണ് ഇതെന്ന് പറയുന്നത് ദ്വിതീയ സവിശേഷതകൾ അല്ലെങ്കിൽ സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയും. സവിശേഷത സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതയാണ് എന്ന് പറയുന്നത് ദ്വിതീയ. അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് മുഖ്യമാണ്, കാർഡിനലാണ്. കുറഞ്ഞു, എന്നാലും അത്യാവശ്യം പ്രാധാന്യമുള്ളത് തന്നെയാണ് എന്ന് പറയുന്നത് സെൻട്രൽ എന്ന് പറയുന്നത്. പക്ഷെ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതയാണ് സെക്കൻഡറി അഥവാ ദ്വിതീയ സവിശേഷതകൾ എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ പഠിച്ചു. ഇനി എക്സാമ്പിൾ കൊടുത്തിട്ടില്ല കേട്ടോ. സവിശേഷക സമീപനം എന്ന് പറയുമ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് മുഖ്യ സവിശേഷകവും ചില മധ്യമ സവിശേഷകങ്ങളും ദ്വിതീയ സവിശേഷങ്ങളും ചേർന്നാണ്. അതായത് ഒരാളുടെ പേഴ്സണാലിറ്റി എന്തെന്ന് തീരുമാനിക്കുന്നത് അയാളുടെ മുഖ്യ സവിശേഷകവും ചില മധ്യമ സവിശേഷകങ്ങളും ദ്വിതീയ സവിശേഷകങ്ങളും ചേർന്നാണ്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് ഒരു വ്യക്തിത്വത്തിന്റെ നിർണ്ണയിക്കുന്ന 3 ഘടകങ്ങളാണ്. മധ്യമം ഉണ്ട്, മുഖ്യമുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ദ്വിതീയ സവിശേഷകങ്ങളും ചേർന്നിട്ടാണ്. ഈ 3 കൂടെ നോക്കിയിട്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത്. ഇതാണ് സവിശേഷക സമീപനം എന്നറിയപ്പെടുന്നത്. ഇനി എന്താണെന്നറിയപ്പെടുന്നത്? ട്രേറ്റ്സ് അപ്രോച്ച് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ ഒന്നുകൂടെ പറയാം. ആൽപോർട്ടിന്റെ വ്യക്തിത്വ സവിശേഷതകളുടെ വർഗീകരണം 3 ആയിട്ട് തിരിച്ചത് ഏതൊക്കെയാണ്? മുഖ്യ സവിശേഷകങ്ങളെന്നും മധ്യമ സവിശേഷകങ്ങളെന്നും ദ്വിതീയ സവിശേഷകങ്ങളെന്നും. ഏറ്റവും പ്രാധാന്യം വരുന്നത് മുഖ്യ സവിശേഷകങ്ങളാണ്, രണ്ടാമത് മധ്യമമാണ്, മൂന്നാമത് ദ്വിതീയമാണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. കാർഡിനൽ, സെൻട്രൽ, അതുപോലെ തന്നെ ഇതാണ് ഈ പറയുന്ന പോലെ സെക്കൻഡറി ട്രേറ്റ്സ്. ഇങ്ങനെ 3 ആയിട്ട് തന്നെ തിരിച്ചിരിക്കുന്നു. മെയിനായിട്ട് വരുന്നതാണ് ഭൂതദയ, അക്രമരഹിതം,
ഹിംസ, സ്വേച്ഛാധിപതി, ഫലിതപതി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ മധ്യമം വരുന്നുണ്ട്, അതുപോലെ ഏതും വരുന്നുണ്ട്, ദ്വിതീയം വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളോട് ചേർന്നിട്ടാണ് ഒരാൾ, ഈ 3 ട്രേറ്റ്സുകളുടെ സവിശേഷതകളോട് ചേർന്നിട്ടാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതൊക്കെ ചേർന്നായിരിക്കും അയാളുടെ പേഴ്സണാലിറ്റി നിർമ്മിച്ചിരിക്കുന്നത്, രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ആൽപോർട്ട് പറഞ്ഞത്. അപ്പൊ ആൽപോർട്ടിന്റെ ആണ് ഈ പറയുന്ന തിയറി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇങ്ങനെ വർഗീകരിച്ചിരിക്കുന്നത്. ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെ എന്തെന്ന് പറയുന്നത്? വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം എന്നും പറയുന്നു കേട്ടോ. ഇതിന് ഇങ്ങനെയും ചോദിക്കാം. ആൽപോർട്ടിന്റെ വർഗീകരണമാണിത്. വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം എന്നത് ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ. ഇതിനെയാണ് വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം എന്നും പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം ഇത് തന്നെയാണ്, ആൽപോർട്ടിന്റെ തന്നെയാണ്. അതിനെയാണ് ഇതെന്ന് പറയുന്നത് വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ആളോട് നമുക്ക് പോവാം. ആരാണ്? റെയ്മണ്ട് കാറ്റൽ. നമുക്ക് ഈ പറയുന്ന ട്രൈറ്റ് അപ്രോച്ചിൽ 3 ആൾക്കാർ പഠിക്കാനുണ്ട്. ഒന്നാമത്തത് ആൽപോർട്ടാണ്, രണ്ടാമത്തെ കാറ്റലാണ്, മൂന്നാമത്തെ ഐസക് ആണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ 3 ആൾക്കാരാണ് പഠിക്കാനുള്ളത്. ഇതിൽ ട്രൈറ്റ് അപ്രോച്ച് സവിശേഷക സിദ്ധാന്തം വരുമ്പോൾ പഠിക്കാനുള്ളത്. ഇനി കാറ്റലിന്റെ വ്യക്തിത്വ സവിശേഷതകളുടെ വർഗീകരണം. കാറ്റൽ എന്തൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്? 1, സാമാന്യ സവിശേഷതകൾ. ഒരാൾക്ക് എന്താണ്? കോമൺ ട്രേറ്റ്സ് കാണാം. 2, തനിമ സവിശേഷതകൾ കാണാം, യുണീക്ക് ആയിട്ട് കുറച്ച് ട്രേറ്റ്സ് കാണാം. 3, പ്രതല സവിശേഷതകൾ എന്ന് കാണാം. 4, പ്രഭവ സവിശേഷതകൾ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് ആൽപോർട്ടിന്റെയാണ് വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം. അതിൽ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് 4 ആയിട്ട് തിരിക്കുന്നത് ആരാണ്? കാറ്റലാണ്. ഓക്കെ, കാറ്റലാണ് ഇതിനെ തിരിക്കുന്നതാണ് സാമാന്യ സവിശേഷതകൾ, തനിമ സവിശേഷതകൾ, പ്രതല സവിശേഷതകൾ, പ്രഭവ സവിശേഷങ്ങൾ. കോമൺ ട്രേറ്റ്സ്, യുണീക് ട്രേറ്റ്സ്, സർഫസ് ട്രേറ്റ്സ്, സോഴ്സ് ട്രേറ്റ്സ്, അങ്ങനെ 4 ട്രേറ്റ്സ്, അങ്ങനെ 4 തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് പേരുണ്ട്. കാറ്റലിന്റെ സിദ്ധാന്തത്തിന് പേരുണ്ട്. അതിന്റെ പേരെന്ന് പറയുന്നത് പ്രതല പ്രഭവ സവിശേഷക സിദ്ധാന്തം എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം ആൽപോർട്ടിന്റെ ആണ്. കാറ്റലിന്റെ സിദ്ധാന്തത്തിന്റെ പേരെന്താണ്? പ്രതല പ്രഭവ സവിശേഷക സിദ്ധാന്തം എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. നമ്മൾ പറഞ്ഞു 4 ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്കിനി നോക്കാം. ഈ സാമാന്യ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോമൺ ആയിട്ട് എല്ലാവർക്കും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും കാണുന്ന സവിശേഷങ്ങൾ എന്ത് വിളിക്കാം? കോമൺ ട്രേറ്റ്സ് എന്ന് വിളിക്കാം അല്ലെ. ഒരു വ്യക്തിയുടെ എന്താണ് തനിമയായിട്ടുള്ള, യുണീക്കായിട്ടുള്ള, സ്വന്തം അല്ലെങ്കിൽ വ്യക്തിയുടെ യുണീക്നെസ്സിനെ കാണിക്കാൻ, തനിമത്വത്തെ കാണിക്കാൻ പറ്റുന്ന സവിശേഷങ്ങളാണ് എന്ന് പറയുന്നത് യുണീക് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ പറയുന്ന ഇതാണ് പ്രതലം സർഫസ് ട്രേറ്റ്സ്. പ്രതല വിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരത്തിന്റെ ബാഹ്യ പ്രകടനം കണ്ടു തന്നെ തിരിച്ചറിയാവുന്ന സവിശേഷതകളെയാണ് പ്രതല സവിശേഷതകൾ. ഇപ്പൊ ജിജ്ഞാസ, വിശ്വസ്തത, നയചാതുര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് ഈ പറയുന്ന പ്രതല സവിശേഷതകൾ. സർഫസ് ആണ്. നമുക്ക് ഒരാളെ എന്താണ് ബാഹ്യം കണ്ടു തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അയാളെ സവിശേഷ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് പ്രതല സവിശേഷതകൾ എന്ന് പറയാൻ പറ്റും. ഇനി പ്രഭവ സവിശേഷതകളുണ്ട്. അതൊക്കെയായിരിക്കും വ്യക്തിയുടെ വ്യവഹാരങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അടിസ്ഥാന വ്യവസ്ഥകളോ പ്രഭാവങ്ങളോ ആണ്. എന്താണ്? സോഴ്സ് ആണ്. അടിസ്ഥാന വ്യവസ്ഥകളോ പ്രഭാവങ്ങളോ ആണ് പ്രഭവ സവിശേഷതകൾ എന്നാണ് പറയുന്നത്. അവ പ്രത്യക്ഷത്തിൽ കാണാനാവില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതുപോലെ സർഫസിൽ കാണാൻ പറ്റത്തില്ല. സോഴ്സ് ആണ്. നമുക്ക് കാണാൻ പറ്റത്തില്ല. വ്യവഹാരങ്ങളിൽ നിന്ന് പരോക്ഷമായി അനുമാനിക്കാനേ കഴിയുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? ബിഹേവിയറിൽ നിന്നും അങ്ങനെ ആയിരിക്കാം എന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അനുമാനിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിശക്ത ബോധം, വിധേയത്വം, വൈകാരികത തുടങ്ങിയവ ഈ കൂട്ടത്തിൽ പെടുന്നു. വൈകാരികത, ഇമോഷണൽ കാര്യങ്ങളൊക്കെ നമുക്ക് സോഴ്സ് ആണ്. നമുക്ക് അറിയില്ല അങ്ങനെ ആയിരിക്കാം എന്നുള്ള വിശ്വാസം മാത്രമേ കൊള്ളായിരിക്കും അല്ലെ. 4 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതാണ്? സാമാന്യ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനത്തിലൊട്ടാകെ കാണപ്പെടുന്ന സവിശേഷതകളാണ് എന്ത് വിളിക്കുന്നത്? സാമാന്യ സവിശേഷതകൾ. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ തനിമത്വത്തെ കാണിക്കാൻ അല്ലെങ്കിൽ യുണീക്നെസ്സിനെ കാണിക്കാനുള്ളതാണ് എന്ന് പറയുന്നത് തനിമ സവിശേഷതകൾ എന്ന് പറയുന്നത്, സവിശേഷകങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്? പ്രതല സവിശേഷതകളാണ്. അതായത് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് വ്യവഹാരത്തിന്റെ അല്ലെങ്കിൽ ബാഹ്യ പ്രകടനം, എക്സ്റ്റേണൽ ബിഹേവിയർ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ ട്രേറ്റ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് എന്ത് വിളിക്കാം? ഈ പറയുന്ന പോലെ സർഫസ് ട്രേറ്റ്സ് എന്ന് വിളിക്കാം. അതാണ് ജിജ്ഞാസ, വിശ്വസ്തതയ്ക്ക് വരുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അനുമാനിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അത് സോഴ്സ് ആയിരിക്കും അല്ലെ. എന്താണ്? അത് പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കാണാൻ സാധിക്കില്ല. വ്യക്തിയുടെ വ്യവഹാരങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകളോ പ്രഭാവങ്ങളോ ആയിരിക്കാണ് പ്രഭവ സവിശേഷതകൾ. ഒരു വ്യക്തിയുടെ എന്താണ് ബിഹേവിയർ അല്ലെങ്കിൽ സ്വഭാവം നിർണ്ണയിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകളോ പ്രഭാവങ്ങളോ എന്ത് വിളിക്കാം? പ്രഭവ വിശേഷതകൾ എന്ന് വിളിക്കാം. അതെന്താണ്? നമുക്ക് അനുമാനിക്കാനേ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റത്തില്ല. കണ്ടു കഴിഞ്ഞാൽ അത് പ്രതല സവിശേഷതവും, കണ്ടില്ലെങ്കിൽ അത് ഏതാണ്? സോഴ്സ് ട്രേറ്റുമാണ്. അപ്പോൾ 4 എണ്ണമാണ്. അപ്പൊ ആരാണ്? കാറ്റലാണ് ഇങ്ങനെ 4 ആയിട്ട് തിരിച്ചത്. ഇതിന്റെ ഉപജ്ഞാതാവാരാണ്? റെയ്മണ്ട് കാറ്റലാണ്. ഓക്കെ, റെയ്മണ്ട് കാറ്റലാണ് ഇതിനെ 4 ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ നേരത്തെ പഠിച്ചത് 3 എണ്ണം മാത്രമാണ്. സെൻട്രൽ, കാർഡിനൽ, സെക്കൻഡറി. മുഖ്യം, മധ്യമം, ദ്വിതീയം. ഇതെന്താണ്? സാമാന്യം, തനിമ, പ്രതലം, പ്രഭവം. അതിന്റെ പേര് തന്നെ പ്രതല പ്രഭവ സവിശേഷക സിദ്ധാന്തം എന്നാണ്. കാറ്റലാണ് കേട്ടോ. ഒന്ന് ഓർത്തിരിക്കുക, പേര് ഓർത്തിരിക്കുക. പ്രതല പ്രഭവ സവിശേഷക സിദ്ധാന്തമാണ്, കാറ്റലാണ്. സാമാന്യ സവിശേഷങ്ങൾ വരുന്നുണ്ട്, തനിമ സവിശേഷതകൾ വരുന്നുണ്ട്,
പ്രതല സവിശേഷങ്ങൾ വരുന്നുണ്ട്, പ്രഭവ സവിശേഷങ്ങൾ വരുന്നുണ്ട്. 4 എന്ത് ഓർത്തിരിക്കുക, ആരുടെയാണ്? കാറ്റലിന്റെ ആണ്. ഓക്കെ, ഇനി ഐസനിക്കിന്റെ നമുക്ക് നോക്കാം അല്ലെ. ഐസനിക്കിന്റെ സിദ്ധാന്തത്തിന്റെ പേരെന്ന് അറിയാമോ? അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം എന്നാണ്. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം ആരുടെയാണ്? ഐസനിക്കിന്റെ ആണ് കേട്ടോ. ഐസനിക്കിന്റെയാണ് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം എന്ന് പറയുന്നത്. അദ്ദേഹം എക്സ്ട്രാവേർഷൻ, ഇൻട്രോവേർഷൻ, അതുപോലെ തന്നെ ന്യൂറോട്ടിസം, സ്റ്റെബിലിറ്റി, സൈക്കോട്ടിസം, സോഷ്യലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചിട്ടുണ്ട്, ഡയമെൻഷൻ 3 തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പഠിക്കാം. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം ആരുടെയാണ്? ഐസക്കിന്റെയാണ് കേട്ടോ. ഐസക്കിന്റെയാണ് എന്ന് പറയുന്നത് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഐസക്കിന്റെയാണ് എന്ന് പറയുന്നത് അടിസ്ഥാന ത്രിമാന, പേരുകൾ മാറിപ്പോലെ. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം 3 ബേസിക് ആണ്, 3 കാര്യങ്ങളാണ്. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം ആരുടെയാണ്? ഐസക്കിന്റെയാണ്. അതുപോലെ തന്നെ എന്താണ്? ചിത്തവൃത്തി സിദ്ധാന്തം ആരുടെയാണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം ആരുടെയാണ്? ആൽപോർട്ടിന്റെയാണ്. നേരത്തെ പോലെ പ്രതല പ്രഭവ സവിശേഷ സിദ്ധാന്തം ആരുടെയാണ്? കാറ്റലിന്റെയാണ്. ഇപ്പൊ ഇത് പറഞ്ഞ ആരുടെയാണ്? ഐസനിക്കിന്റെയാണ്. ഏതാണ്? അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം. മാറിപ്പോലെ പേരുകൾ 3 മാറിപ്പോലെ. 3 ഇതിൽ വരുന്നതാണ്, ട്രേറ്റ്സിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് മാറിപ്പോലെ എന്ന് പറയുന്നത്. സവിശേഷകമാണ് 3. സവിശേഷകം നിയമം പേര് മാറ്റി എഴുതൽ. ഈ 3 പേര് ഇതിൽ വരുന്നതാണ് സവിശേഷക സിദ്ധാന്തത്തിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇനി ഹാൻസ് ഐസക്കിന്റെ സവിശേഷകത ഇന സിദ്ധാന്തം. അദ്ദേഹത്തിന് എന്തുണ്ട്? സവിശേഷത ഇന സിദ്ധാന്തം ഉണ്ട്. സവിശേഷത ഇന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഐസക്കാണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന സാധനമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന്റെ പേരെന്താണ്? സവിശേഷത ഇന സിദ്ധാന്തം. സവിശേഷത ഇന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഐസക്കാണ്. വ്യക്തിത്വത്തിന്റെ വികസനം വ്യവഹാര രൂപവൽക്കരണത്തിന് 4 ക്രമീകൃത ഘട്ടത്തിലൂടെയാണ് നടക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ വികസനം, ഡെവലപ്മെന്റ് നടക്കുന്ന അല്ലെങ്കിൽ വികസനം വ്യവഹാര രൂപവൽക്കരണത്തിന്റെ എത്ര 4 ഘട്ടമുണ്ട്? 4 ക്രമീകരണ ഘട്ടത്തിലൂടെയാണ് കടക്കുന്നത്. ആര് പറഞ്ഞു? ഐസക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് 4 ഘട്ടമുണ്ട്. പ്രത്യേക പ്രതികരണം, പതിവ് പ്രതികരണം, സവിശേഷത, ഇനം. ഇങ്ങനെ 4 അദ്ദേഹത്തെ തിരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും താഴെ പ്രത്യേക പ്രതികരണമായിരിക്കും. ഒരു പ്രത്യേക പ്രതികരണം ഒരാൾ കാണിക്കുന്നു, പിന്നെ അത് എന്താണ്? പതിവ് പ്രതികരണമായിട്ട് മാറും, അത് സവിശേഷമായിട്ട് മാറും, അത് നമ്മുടെ ഇനമായിട്ട് ട്രേറ്റ് ആയിട്ട് മാറും. ഈ ഒരു സംഭവമാണ് ആര് പറയുന്നത്? നമ്മുടെ ഐസക്ക് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇത് 4 തിരിച്ചിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ ഇതാണ് സ്പെസിഫിക് റെസ്പോൺസ് ആണ്, പിന്നെ ഹാബിച്വൽ റെസ്പോൺസ് വരുന്നുണ്ട്, ട്രേറ്റ് ലെവൽ വരുന്നുണ്ട്, ടൈപ്പ് ലെവൽ. ഇങ്ങനെ 4 ഇതിന് തിരിച്ചിരിക്കുന്നത്. ഏറ്റവും താഴെയാണ് ഇത് വരുന്നത്, സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ വരുന്നത്. അതായത് ഒരു നിശ്ചിത സന്ദർഭത്തിൽ കുട്ടി ഒരു പ്രത്യേക പ്രതികരണത്തിൽ ഏർപ്പെടുന്നു. കുട്ടി എന്ത് ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതികരണത്തിലാണ്. ആദ്യത്തെ ലെവൽ വരുന്നത് പ്രത്യേക പ്രതികരണമാണ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഉണ്ട് പ്രത്യേക പ്രതികരണത്തിലാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ഏർപ്പെടുന്നത് അല്ലെ. ഒരു പ്രത്യേക പ്രതികരണത്തിലാണ് കുട്ടി ഏർപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറയണം, അച്ഛൻ ജോലി സ്ഥലത്ത് നിന്ന് വരുമ്പോൾ അമ്മ എന്ത് ചെയ്യാണ്? തിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അച്ഛൻ എന്ത് ചെയ്യുക? വെൽക്കം ചെയ്യുകയാണ്. അപ്പൊ കുട്ടിയും എന്ത് ചെയ്യും? ആ ഒരു ബിഹേവിയർ ഫോളോ ചെയ്യും അല്ലെ. ആ കുട്ടി എന്ത് ചെയ്യും? ആ സ്പെസിഫിക് റെസ്പോൺസ് കുട്ടിയും പഠിക്കും. കുട്ടി എന്ത് ചെയ്യും? അച്ഛനെ കാണുമ്പോൾ സന്തോഷത്തോടെ വെൽക്കം ചെയ്യും. അതാണ് പ്രത്യേക പ്രതികരണം, സ്പെസിഫിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു എക്സാമ്പിൾ പറയണേ, കുട്ടി എന്ത് ചെയ്യും? അച്ഛനെ എന്ത് ചെയ്യും? ചിരിച്ചു വെൽക്കം ചെയ്യുന്നു, അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് അതേപോലെ ചെയ്യുന്നതാണ് പ്രത്യേക പ്രതികരണം എന്ന് പറയുന്നത്. ഇനി പതിവ് പ്രതികരണമായിട്ട് മാറും. അത് ആദ്യം പ്രത്യേകമായി, പിന്നെ അത് പതിവായിട്ട് മാറും അല്ലെ. അതെന്താണ്? ഈ പറയുന്ന മേൽപ്പറഞ്ഞ കുട്ടി എന്ത് ചെയ്യും? അതിഥികളെയും ആതിഥേയരെയും സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ ഇതുപോലെ ചിരിച്ച് സന്തോഷത്തോടുകൂടി മുഞ്ചിരിക്കുകയും ഹലോ പറഞ്ഞും അതുപോലെ തന്നെ അവരുടെ നല്ല രീതിയിൽ എന്ത് ഇടപഴകാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഒരു പ്രത്യേക പ്രതികരണം എന്തായിട്ട് മാറും? അതൊരു പതിവ് പ്രതികരണമായിട്ട് മാറും. വ്യത്യസ്തങ്ങളെങ്കിലും സമാന സ്വഭാവമുള്ള സന്ദർഭങ്ങളിൽ വിവിധ തരത്തിലുള്ള സമാനങ്ങളായ പ്രതികരണങ്ങൾ എന്ത് ചെയ്യുന്നു കുട്ടി, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇതുമായി സമാനമായ എന്താണ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ കുട്ടി അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? വീണ്ടും പെരുമാറാൻ ശ്രമിക്കുകയാണ് അല്ലെ. അപ്പൊ അതാണ് ഈ പറയുന്നത് എന്ന് പറയുന്നത് രണ്ടാമത്തെ. അപ്പൊ ആദ്യം ഒരു പ്രത്യേക പ്രതികരണം കുട്ടി പഠിച്ചു, പിന്നെ അതേപോലത്തെ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അതുപോലത്തെ പ്രതികരണം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം 3 കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ആദ്യം എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ മലയാളം എന്ന് പറയുന്നത് എന്താണ്? അന്തർമുഖത്വം അല്ലെങ്കിൽ ബഹിർമുഖത്വമാണ്. അന്തർമുഖത്വം അല്ലെങ്കിൽ ബഹിർമുഖത്വമാണ് അതിൽ വരുന്നത്. അപ്പൊ എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ ആദ്യം അദ്ദേഹം തിരിച്ചിരിക്കുന്നു. അപ്പൊ ഈ പറയുന്ന എന്താണ്? അന്തർമുഖർ എന്താണ്? നിശബ്ദരും അതുപോലെ തന്നെ എന്താണ്? ആത്മനിഷ്ഠരും നിയന്ത്രിത വ്യവഹാരമുള്ളവരും ആയിരിക്കും അല്ലെ. അവർക്ക് നിയന്ത്രിതമായിട്ടുള്ള ബിഹേവിയറും അതുപോലെ തന്നെ എന്താണ്? നിശബ്ദരും ആത്മനിഷ്ഠരും ഒക്കെയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ അന്തർമുഖർ എന്ന് പറയുന്നത്. എക്സ്ട്രോവേർഷൻ അല്ലെങ്കിൽ എന്താണ്? ബഹിർമുഖർ എന്ന് പറയുന്ന ഉല്ലാസഭരിതരും സാമൂഹ്യ തൽപരമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ പറയുന്ന 3 തിരിച്ചിട്ടുണ്ട്. എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ എന്ന് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേതായിട്ടാണ് അദ്ദേഹം 3 ഡൈമെൻഷൻ പറയുന്നുണ്ട്. ഒന്നാമത്താണ് എന്ന് പറയുന്നത് എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ. അതിനെന്ത് പറയാം? അന്തർമുഖത്വം അല്ലെങ്കിൽ ബഹിർമുഖത്വം. അന്തർമുഖത്വം വെച്ചാൽ ഉള്ളിലോട്ട് ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. നിശബ്ദരായിരിക്കും. അതുപോലെ എന്തായിരിക്കും? ആത്മനിഷ്ഠരും നിയന്ത്രിത വ്യവഹാരമുള്ള ബിഹേവിയറുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൽ വരുന്നത് ഇൻട്രോവേർഷൻ. എക്സ്ട്രോവേർഷൻ കുറച്ചുകൂടെ ഉല്ലാസഭരിതരും സാമൂഹികമായി എന്താണ്? തൽപരരുമായിരിക്കും അതിൽ വരുന്നത്. ഇനി അദ്ദേഹം ന്യൂറോട്ടിസം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് എന്താണ്? നാഡീരോഗാവസ്ഥയും നാഡീരോഗമില്ലാത്ത അവസ്ഥയും. ന്യൂറോട്ടിസവും സ്റ്റെബിലിറ്റിയും, നാഡീരോഗാവസ്ഥയും
നാഡീരോഗം ഇല്ലാത്ത അവസ്ഥ. നാഡീരോഗ അവസ്ഥയിൽ ഉൾപ്പെടുന്നവർ എല്ലായ്പ്പോഴും ശുണ്ഠിക്കാരും അതുപോലെ എന്താണ് തൊട്ടാവാടികളുമായിരിക്കും. അവരെപ്പോഴും എന്തായാലും ദേഷ്യമുള്ള ആൾക്കാരും തൊട്ടാവാടികളുമായിരിക്കും. ഇതിൽ വരുന്നത് നാഡീ രോഗാവസ്ഥ അല്ലെങ്കിൽ ന്യൂറോട്ടിസത്തിൽ വരുന്നത്. അപ്പൊ ഇദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ത്രിമാന സിദ്ധാന്തത്തിൽ 3 കാര്യങ്ങൾ പറയുന്നത്. വ്യക്തിത്വത്തെ 3ആയിട്ട് തിരിച്ചാണ് പറയുന്നത്. എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ എന്ന് പറയുന്നുണ്ട്. എക്സ്ട്രാവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹിർമുഖത്വം, ഇൻട്രോവേർഷൻ എന്താണ് അന്തർമുഖത്വം, അങ്ങനെ ആൾക്കാരെ തിരിക്കുന്നു. അതുപോലെ ന്യൂറോട്ടിസം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, അതിനെന്ത് വിളിക്കാം, നാഡീരോഗാവസ്ഥയെന്നും നാഡീരോഗമില്ലാത്ത അവസ്ഥയും. അതുപോലെ നാഡീരോഗം ഇല്ലാത്ത അവസ്ഥ എന്താണ്, അവസ്ഥയിലുള്ളവർ എല്ലായ്പ്പോഴും സ്ഥിരത പുലർത്തുന്നവരും ശാന്തചിന്തരും വിശ്വസിച്ച് ആശ്രയിക്കാവുന്നവരുമാണ്. അതായത് സ്റ്റെബിലിറ്റിയിൽ വരുന്ന ആൾക്കാരെ നമുക്ക് വിശ്വസിച്ച് ആശ്രയിക്കാം, സ്ഥിരത പുലർത്തുന്ന ആൾക്കാരായിരിക്കും, ശാന്തരായിരിക്കും. ഇതിൽ വരുന്നത് സ്റ്റെബിലിറ്റിയിൽ വരുന്നത് അല്ലെങ്കിൽ നാഡീരോഗം ഇല്ലാത്ത അവസ്ഥയിൽ വരുന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാമത്തെയാണ് സൈക്കോട്ടിസം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയും. അതിനെ സോഷ്യലൈസേഷൻ വരെ നോർമാലിറ്റി എന്നും പറയാറുണ്ട്. മനോരോഗ അവസ്ഥ അല്ലെങ്കിൽ മനോരോഗം ഇല്ലാത്ത അവസ്ഥ. ഈ മനോരോഗമുള്ള ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ ഏകാന്ത പ്രവണതയുള്ളവരും അനുകമ്പരഹിതരും സ്വാർത്ഥമതികളും അല്ലെങ്കിൽ എന്താണ് വ്യക്തിപരിഗണന ഇല്ലാത്തവരും വികാരപരിമിതരും ഒക്കെയാണ്, അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരൊക്കെയാണ് ഇവിടെ വരുന്നത് ഈ പറയുന്ന മനോരോഗാവസ്ഥ അല്ലെങ്കിൽ സൈക്കോട്ടിസത്തിൽ വരുന്നത്. ഇനി മനോരോഗമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ നോർമാലിറ്റി എന്നൊക്കെ പറയും. ആ ഒരു അവസ്ഥയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് പൊതുവെ അനുകമ്പ ഉള്ളവരും അതുപോലെ തന്നെ എന്താണ് സാമൂഹ്യ താല്പര്യം പുലർത്തുന്നവരൊക്കെ ആയിരിക്കും ഇതിൽ വരുന്ന സോഷ്യലൈസേഷനിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ, അതായത് എന്താണ് ബഹിർമുഖത്വം അല്ലെങ്കിൽ അന്തർമുഖത്വം, ന്യൂറോട്ടിസം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി. ന്യൂറോട്ടിസം വെച്ചാൽ എന്താണ്, ഈ പറയുന്ന നാഡീരോഗ അവസ്ഥ അല്ലെങ്കിൽ നാഡീരോഗം ഇല്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ സൈക്കോട്ടിസം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ വെച്ചാൽ എന്താണ്, ഈ പറയുന്ന മനോരോഗാവസ്ഥ അല്ലെങ്കിൽ മനോരോഗം ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെ 3ആയിട്ട് ആര് തിരിച്ചിട്ടുണ്ട്, നമ്മുടെ ഐസനിക് തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് തന്നെ എന്തിനെ പറ്റി പറയുന്നുണ്ട്, വ്യവഹാരത്തിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയും പറയുന്നുണ്ടല്ലോ, വ്യവഹാരത്തിന്റെ വികാസത്തെ പറ്റിയും ആര് പറയുന്നുണ്ട്, ഐസനിക് പറയുന്നത്. 2 കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. ഓക്കെ അല്ലേ? നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ എന്താണ് സവിശേഷക ഈന സിദ്ധാന്തവും പഠിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഏതും പഠിച്ചു കഴിഞ്ഞു, അടിസ്ഥാന ത്രിമാന സിദ്ധാന്തവും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 3 ആൾക്കാരുടെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചു വന്നത്. ഒന്നാമത്തെ ആൾക്കാരുടെ കാര്യം എന്ന് പറയുന്നത് കാരണം 3 സവിശേഷക സിദ്ധാന്തത്തിൽ 3 പേരെ പറ്റി പഠിക്കാനുണ്ട്. ആദ്യം പഠിച്ചത് ആൽപോർട്ടാണ്. അദ്ദേഹം 3ആയിട്ട് തിരിക്കുന്നു, മുഖ്യം, മധ്യമം, ദ്വിതീയം. രണ്ടാമത് നമ്മൾ ആരെ പറ്റി പഠിച്ചു, കാറ്റലിനെ പറ്റി പഠിച്ചു. അദ്ദേഹമാണ് പ്രതല പ്രഭവ സവിശേഷ സിദ്ധാന്തം പറ്റി പഠിച്ചത്. അദ്ദേഹം നമുക്കറിയാം തനിമയുള്ളതും അതുപോലെ തന്നെ എന്താണ് പ്രത്യേകമുള്ളതും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പ്രതല പ്രഭാവം. നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇതിനെ പറ്റി പഠിച്ചു അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം. ഇതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാവേർഷൻ ഇൻട്രോവേർഷൻ എന്നും ന്യൂറോട്ടിസം സ്റ്റെബിലിറ്റി എന്നും സൈക്കോട്ടിസം സോഷ്യലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്. അന്തർമുഖത്വം ബഹിർമുഖത്വം, നാഡീരോഗാവസ്ഥ അല്ലെങ്കിൽ നാഡീരോഗമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് മനോരോഗാവസ്ഥ അല്ലെങ്കിൽ മനോരോഗമില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, സവിശേഷക ഇന സിദ്ധാന്തം. അതിനെയാണ് 4ആയിട്ട് തിരിച്ചു, പ്രത്യേക പ്രതികരണം, പതിവ് പ്രതികരണം, സവിശേഷകത, ഇനം. ഇങ്ങനെ 4ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തിത്വത്തിന്റെ വികാസത്തിന് തിരിച്ചിട്ടും ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം ദ്വിതീയമൊക്കെ പഠിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാറ്റലിന്റെ ഏതൊക്കെ പഠിച്ചിട്ട്, സാമാന്യ സവിശേഷതകൾ, തനിമ സവിശേഷതകൾ, പ്രതല സവിശേഷത, പ്രഭവ സവിശേഷത, ഇങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് പഠിച്ചു. ഇതുപോലെ ഇത് 3 അപ്പൊ ഇപ്പൊ നമ്മൾ 3 ആൾക്കാരെ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നത്, ട്രേറ്റ് അപ്രോച്ചിൽ പഠിക്കുന്നത്, സവിശേഷക സിദ്ധാന്തത്തിൽ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ട്രേറ്റ്സിനെ പറ്റിയാണ് പഠിച്ചത്. ട്രേറ്റ്സുമായി ബന്ധപ്പെട്ട് സവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട 3 സയന്റിസ്റ്റുമാരെ സൈക്കോളജിസ്റ്റുമാരെ പറ്റി പഠിച്ചു. അവര് 3 പേര്, ഒന്ന് ഏതാണ് വൈജ്ഞാനിക ചലനാത്മക സിദ്ധാന്തം, രണ്ടാമത് നമ്മൾ പഠിച്ച പ്രതല പ്രഭവ സവിശേഷക സിദ്ധാന്തം, മൂന്നാമത് ഈ പറയുന്ന ഇതാണ് ഹാൻസ് ഐസക്കിന്റെ സവിശേഷക ഇന സിദ്ധാന്തവും, അതുപോലെ തന്നെ ഇതാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം. ഇതാണ് നമ്മൾ 4 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അതെല്ലാം സവിശേഷകം അല്ലെങ്കിൽ ട്രേറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാതെ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.